ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവ്യയെ കെട്ടിപ്പിടിച്ച് വലിയ സന്തോഷ പ്രകടനങ്ങളൊക്കെ അഭിനയിക്കുമ്പം ഇതൊരു ഓഫീസ് ക്യാബിനാ, ഇവിടെ ക്യാമറകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഒരുപാട് ആവേശമൊന്നും വേണ്ട കേട്ടോ എന്നും പറഞ്ഞ് നവ്യ അവിടെ നിന്ന് അങ്ങ് പോകുന്നു. പക്ഷേ നവ്യയ്ക്ക് ഭയങ്കരമായിട്ട് മനസ്സിനെന്തോ ഒരിത്. അപ്പം നവ്യ അങ്ങ് പോയി കഴിഞ്ഞപ്പം മാളവികയാണ് ഈ വിജയത്തിനൊക്കെ കാരണം. അതുകൊണ്ട് അവൾക്ക് നല്ലൊരു സമ്മാനം കൊടുക്കണമെന്ന് നവ്യ. കുറേ നാളുകൾക്ക് ശേഷമാണ് സുന്ദരിയും ബ്രില്യൻറ്റുമായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടുമുട്ടുന്നത്. എൻ്റെ ഭാര്യ ഒഴിവാക്കാനുള്ള സമയമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശാൻ ഇങ്ങനെ നിൽക്കുന്നു. ചെന്ന് കയറിയില്ല, അതിന് മുമ്പേ പണി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ആശാൻ. എന്നിട്ട് നേരെ മാളവികയുടെ റൂമിലേക്ക് ചെന്നു. അപ്പം മാളവിക അവിടെ ഡിസൈൻ നോക്കിക്കൊണ്ട് നിൽക്കുക. ഡിസൈൻ നോക്കുകയാണെന്ന് ചോദിച്ചു. അപ്പോൾ അതേന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട് സാർ എന്ന് ചോദിക്കുമ്പം അത് പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ടോ, മലയാളികളുടെ മനസ്സ് കീഴടക്കിയ ഡിസൈൻ അല്ലേ മാളവികയുടേത്, സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ മാളവിക ചിരിക്കുക. ശരിക്കും പറഞ്ഞാലേ മാളവിക വിജയിക്കുമ്പോൾ ഒരുത്തിയോട് പ്രതികാരം ചെയ്യുന്ന സന്തോഷം എനിക്കെന്ന് അഭി പറയാട്ടോ. എൻ്റെ ഏട്ടത്തി എന്ന് പറയുന്ന ഒരുത്തിയോട്. ഇപ്പോൾ അവൾ വീട്ടിൽ നിന്ന് പുറത്താ, അവൾ വലിയ ഡിസൈനർ ആണെന്നും പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുകയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള സംസാരം അത് യാദർശികമായിട്ട് നമ്മുടെ നവ്യ കാണുക. അതായത് നവ്യ മാളവികയുടെ ക്യാബിനിലേക്ക് വരുമ്പോൾ അഭി അവിടെ നിന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നവ്യ ശ്രദ്ധിക്കുകയാണ്. പെട്ടെന്ന് ഒളിച്ചു നിന്ന് കേൾക്കുവാണ്. എന്തായാലും അവളുടെ കൊമ്പങ്ങ് ഒടിഞ്ഞു മാളവിക വന്നതിന് ശേഷം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുന്നതെല്ലാം നവ്യ കേൾക്കുക കേട്ടോ. നമ്മൾ നമ്മുടെ വിജയം കേക്ക് മുറിച്ച് ആഘോഷിച്ചു, എങ്കിലും ഈ കമ്പനിയുടെ GM എന്നുള്ളൊരു നിലയിൽ എൻ്റെ ഒരു സന്തോഷത്തിന് ഇത് വാങ്ങിക്കുക എന്നും പറഞ്ഞ് മാളവികയ്ക്ക് 2 ഡയറി മിൽക്ക് കൊണ്ടേ കൊടുത്തു. അയ്യോ എന്താ ഇത്, കണ്ടാലറിയില്ലേ, ചോക്ലേറ്റ്. വിജയങ്ങൾ വെറും ഒരു ചോക്ലേറ്റിൽ മാത്രം ഒതുങ്ങുന്നില്ല. മാളവികയ്ക്ക് സമയമുള്ളപ്പോൾ പറഞ്ഞോളൂ, നമുക്ക് ഒരുമിച്ചിരുന്നൊരു ഡിന്നർ ആകാമെന്ന് പറഞ്ഞു. ഇതൊക്കെ കണ്ടപ്പോൾ നവ്യക്ക് ചൊറിഞ്ഞ് വരും കേട്ടോ. അപ്പം മാളവിക അത് വാങ്ങിച്ചു, ആയിക്കോട്ടെ എന്ന് പറയുകയും ചെയ്തു. അപ്പം നവ്യ അവൻ്റെ സ്വഭാവം പുറത്തെടുത്ത് കഴിഞ്ഞുവെന്നും അടുത്ത അവൻ്റെ ഇര മാളവികയാണെന്ന് നവ്യയ്ക്ക് മനസ്സിലായി. പക്ഷേ അവൾ അവൻ്റെ കെണിയിൽ പെടാൻ ഞാൻ അനുവദിക്കില്ല എന്ന് നവ്യ മനസ്സുകൊണ്ട് ഉറപ്പിക്കുകയാണ്. അങ്ങനെ നവ്യയും പണി തുടങ്ങി. ടാലൻ്റുള്ള പെൺകുട്ടികളെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എന്ന് പറയുമ്പം അതെനിക്ക് മനസ്സിലായി സാർ. അതുകൊണ്ടാണല്ലോ ഒരുപാട് ടാലൻ്റുള്ള നവ്യ മേഡത്തെ പോലെ ഒരു പെൺകുട്ടിയെ സാർ വിവാഹം കഴിച്ചത് എന്ന് ചോദിച്ചു. അതെ അതെ അതെ, അവളും ഇപ്പം ഈ കമ്പനിയുടെ വിജയത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ. ഞങ്ങളുടെ തറവാടിൻ്റെ ഓരോ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും അവൾ മോഡലാക്കി വെക്കാൻ സാധിക്കില്ലായിരുന്നു. പക്ഷെ ഞാൻ അതിനു വേണ്ടി സമരം ചെയ്യുകയാണ് ചെയ്തത്. പെൺകുട്ടികളെ വീടിനകത്ത് തളച്ചിടുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് അവൾ ഈ ഒരു ഇതിൻ്റെ മോഡലായി മാറിയത്. പ്രതിഷേധമൊക്കെ അവിടെ കിടക്കുന്നേ. അവൾ മോഡലായതുകൊണ്ട് എന്താണ് എനിക്കും അവൾക്കും നഷ്ടം സംഭവിച്ചത്? അവൾക്കതിനുള്ള കഴിവുണ്ട്. ആ കഴിവിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടതെന്നൊക്കെ പറയുമ്പോൾ മാളവിക നിന്ന് ചിരിക്കാം. അല്ല, മാളവികയ്ക്ക് ഇപ്പോൾ ഏജ് എത്രയായി? അപ്പം ഈ വരുന്ന സെപ്റ്റംബറിൽ 25 ആവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. 25 അയ്യോ കണ്ട പറയില്ല കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അമ്പിയുടെ ഒരു ഒലിപ്പീര്. അപ്പം മാളവിക മനസ്സിൽ 30 കഴിഞ്ഞോടാ വൃത്തികെട്ടവനെ എന്നിങ്ങനെ മനസ്സിൽ പറയാം. ഒരു 10-22 വയസ്സായിട്ടോ തോന്നത്തുള്ളൂ എന്നും പറഞ്ഞ അഭി. അല്ല, മാരേജിനെ പറ്റി ഒന്നും ചിന്തിക്കുന്നില്ലേ? ഒരു 10-30 വയസ്സാവാതെ ഇപ്പോഴത്തെ പെൺകുട്ടികൾ വിവാഹത്തെക്കുറിച്ചൊന്നും ചിന്തിക്കത്തില്ലല്ലോ സാർ. അത് ശരിയാ, പക്വത എത്തിയിട്ട് വിവാഹം കഴിക്കുന്നത് തന്നെയാട്ടോ നല്ലത്. തൻ്റെ പ്രായത്തിലുള്ള പെൺകുട്ടികളെ സമ്പാദിക്കുന്നതിനേക്കാൾ കൂടുതൽ സമ്പാദ്യം ഇപ്പോൾ തനിക്കുണ്ട്. അങ്ങനെയുള്ളപ്പോൾ വിവാഹത്തെപ്പറ്റി ചിന്തിക്കുന്നതേ വളരെ നല്ലതാകട്ടോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ പലർക്കും താലി കഴുത്തിലിട്ടുകൊണ്ട് നടക്കുന്നതും കുഞ്ഞുങ്ങൾ പ്രസവിക്കുന്നതൊക്കെ ഒരു വിഷമമുള്ള കാര്യമാണ്. ഒരാൺ സുഹൃത്തിനെ വേണം. അങ്ങനെയാണ് ഇപ്പോൾ പലരും പോകുന്നത്. അപ്പോൾ എൻ്റെ ചിന്തയും അങ്ങനെയൊക്കെയാ എന്ന് മാളവിക അങ്ങ് തട്ടി വിടുന്നു. അതെ, അങ്ങനെ ഇപ്പോൾ ആൺസുഹൃത്തുക്കളായിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ അഭി ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നുമില്ല സാർ, അങ്ങനെയൊന്നുമില്ല. അല്ല, മാളവികയുടെ സൗന്ദര്യമൊക്കെ വെച്ച് അങ്ങനെ ഉണ്ടാവേണ്ടതാണല്ലോ. പലരും പ്രപ്പോസ് ചെയ്തിട്ടൊക്കെ ഉണ്ട്, പക്ഷേ ഞാനിതുവരെ വീണിട്ടില്ല എന്ന് പറയുമ്പം ഗുഡ്. എന്തായാലും ഈ കമ്പനിയുടെ GM എന്നുള്ളൊരു നിലയിൽ എനിക്ക് മാളവികയെ ഒരുപാട് ഇഷ്ടമായിട്ടോ എന്ന് പറഞ്ഞു. പറഞ്ഞ മാളവിക നിൽക്കുക. നമ്മുടെ ഈ സൗഹൃദം എന്നൊന്നും ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ സാറെന്നും പറഞ്ഞുകൊണ്ട് മാളവിക നിൽക്കുമ്പോൾ അഭി അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പോൾ മാളവിക അയ്യടാ, നിന്നെ അരച്ച് കലക്കി കുടിച്ചിട്ടാ ഞാൻ വന്നിരിക്കുന്നത്, ചോണ്ടെറിഞ്ഞ് നോക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അവിടെ നമ്മുടെ മാളവിക. അതിനുശേഷം പിന്നെ നവ്യയുടെ സുഹൃത്ത് നവ്യ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. നവ്യ ഓടി അങ്ങോട്ടേക്ക് എത്തുക. വന്നത് എന്തായെന്നാണ് ചോദിച്ചത്. പറ, എന്താണേലും പറഞ്ഞോ, എനിക്കതിൽ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു.
അപ്പം നവ്യെ, ഫോറൻസിക് ലാബിലെ റിപ്പോർട്ട് ഇന്ന് കൊടുത്താൽ നാളെ കിട്ടുന്ന ഒന്നല്ല, അതിന് അതിൻ്റെതായ സമയം എടുക്കുമെന്ന് പറയുമ്പം അതും എനിക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഡേവിഡ് സാറിൻ്റെ കയ്യിൽ സാമ്പിൾ കൊടുത്തിട്ട് പിറ്റേ ദിവസം തന്നെ അത് കിട്ടിയപ്പോൾ എനിക്ക് വിശ്വാസം വരാതിരുന്നതെന്ന് നവ്യ പറയാം. അയാൾക്കും അല്ലെങ്കിൽ സ്വാധീനമൊക്കെ ഉള്ള കൂട്ടത്തിലാണ്, അതുകൊണ്ട് അയാൾ വേഗത്തിൽ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞതാണോ എന്ന് ഞാൻ സംശയിച്ചു പോയി എന്നും പറഞ്ഞു. അപ്പോൾ ചന്തമോൾ, അബിയുടെ കുട്ടിയാണെന്ന് നിന്നോട് പറഞ്ഞത് നിൻ്റെ അമ്മയാണ്, അമ്മമാർ അങ്ങനെ ഒരു കള്ളമൊക്കെ പറയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരിക്കലും ഇല്ല, അതുകൊണ്ടാണ് ഡേവിഡ് സാറ് പറഞ്ഞതാണോ അമ്മ പറഞ്ഞതാണോ സത്യമെന്നറിയാൻ ഞാൻ ആകാംക്ഷയോടെ കാത്തിരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നതിൻ്റെ റിസൾട്ട് വന്നു, നിൻ്റെ അമ്മ പറഞ്ഞത് തന്നെയാണ് സത്യം എന്ന് കൂട്ടുകാരി പറയുകയാണ്. അതെ, ആ കുഞ്ഞ് ചന്തുമോള് ആദർശിൻ്റെ കുഞ്ഞല്ല, അബിയുടെ കുഞ്ഞ് തന്നെയാണെന്നും അബിയുടെ ചോരയാണെന്നും കൂട്ടുകാരി പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നവ്യ നടുങ്ങി. പിന്നെ ഉത്തരം പോലുമില്ല. നിൻ്റെ അമ്മ നിന്നോട് സത്യം പറഞ്ഞപ്പോൾ നിനക്ക് ഏതാണ്ടൊക്കെ വ്യക്തമായതാണ്. പിന്നെ ഇടയ്ക്ക് ഡേവിഡ് സാറ് കയറി വന്നതാണ് എല്ലാം കുഴപ്പിച്ചതെന്നുള്ള കാര്യം കൂട്ടുകാരി പറയുക കേട്ടോ. എങ്കിൽ ഡേവിഡ് സാറ് പറഞ്ഞതൊക്കെ 100% വിശ്വസിക്കാതെ നീ നിൻ്റെ അനിയത്തിയെ സഹായിച്ചത് എന്തുകൊണ്ട് നന്നായി നീ ഞാൻ പറയുള്ളൂ എന്ന കാര്യം പറയുന്നു. നയനയുടെ കാര്യത്തിൽ നീ എടുത്ത തീരുമാനങ്ങളെ 100% ശരിയായിരുന്നു എന്നും കൂട്ടുകാരി പറയുന്നു. അപ്പം നമിതെ, എന്തുകൊണ്ടാണ് ഡേവിഡ് സാറിനെ പോലെ ഒരാൾ എന്നോട് കള്ളം പറഞ്ഞത്? അയാൾ എന്തിനാ അബിയെ രക്ഷിക്കാൻ ശ്രമിച്ചതെന്ന് ചോദിക്കുമ്പം അതൊക്കെ നമ്മൾ കണ്ടെത്തേണ്ട കാര്യങ്ങളാണെന്നും നിന്റെ കെയർ ഓഫിലാണ് അബി അവിടെ കയറിയതെന്നാണ് നിന്റെ വിശ്വാസം, അതല്ലെങ്കിലോ സത്യമെന്ന് നമിത നവ്യോട് പറയുമ്പോൾ അത് ശരിയാ, അപ്പം അങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. ഇനി അബിയുടെ കെയർ ഓഫിലാണെങ്കിലോ നീ അവിടെ കയറിയത് മാറ്റൊന്നും കൊണ്ടല്ല കേട്ടോ ഞാനിങ്ങനെ പറയുന്നത്. അബിയുടെ ബയോഡേറ്റ പരിശോധിക്കുന്ന ആരും അബിയെ ഒരു കമ്പനിയുടെ GM ആക്കില്ല എന്ന് പറഞ്ഞു. എന്നാൽ നീ ഒന്ന് ചെന്ന് പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെയാണ് ഈ പറഞ്ഞ ഡേവിഡ് സാറ് അബിയെ GM ആക്കിയതെന്നുള്ള കാര്യവും നമിത പറയുക. ആദർശേട്ടനും എൻ്റെ അനിയത്തി നന്ദുവൊക്കെ ഒരു ഭാഗത്തോടെ അന്വേഷണമൊക്കെ നടത്തുന്നുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. അതിൻ്റെ പാരലായിട്ട് നമ്മളും നടത്തിയേ പറ്റുമെന്ന് നവ്യ പറയുന്നു. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇനി ഉത്തരം കണ്ടുപിടിക്കാനുണ്ടെന്നും നവ്യ. നീ ഇപ്പം എന്നെ അറിയിക്കേണ്ടത് അറിയിച്ചപ്പോൾ അതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഞെട്ടലായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല എന്നും നവ്യ പറയുക. ഇനി ആരും അറിയാതെ അതീവ രഹസ്യമായിട്ട് നവ്യ AN ജ്വല്ലറിക്കെതിരെ പൊരുതാൻ ഇറങ്ങുന്നു. അപ്പം അത് ആരും അറിയുന്നുമില്ല. പിന്നെ കാരണം ഞാനത് പ്രതീക്ഷിച്ചൊരു കാരണം അബിയുടെ കാര്യം. ഇനിയാണ് നവ്യയുടെ യഥാർത്ഥ മുഖം അഭിയും അവൻ്റെ അമ്മയൊക്കെ കാണാൻ പോകുന്നതെന്നും നവ്യ പറയുകയും ചെയ്തു. എന്നെ ജീവനോടെ ദഹിപ്പിച്ച പ്രവൃത്തിയാണ് അവൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്, അതിന് അവനും എരുതിയിലൂടെ തന്നെ നടക്കണമെന്നും പറഞ്ഞ് നവ്യ രണ്ടും കൽപ്പിച്ച് നിൽക്കുന്നു. പെട്ടെന്നല്ല, അതിനുള്ള സമയം അവന് ഞാൻ കൊടുത്തിരിക്കുമെന്നും പറഞ്ഞു. ഇപ്പം അവൻ ജയിച്ചോട്ടെ, വലിയൊരു തകർച്ചയ്ക്ക് മുൻപേ അവൻ രക്ഷപ്പെട്ടു എന്ന് കരുതി അവൻ ജീവിച്ചോട്ടെ. അതിൻ്റെ ഒടുവിലായിരിക്കും അവൻ്റെ നെഞ്ചത്ത് അവസാനത്തെ ആണി ഞാൻ തറയ്ക്കാൻ പോകുന്നതെന്നും പറഞ്ഞ് നമ്മളെ നവ്യ അവിടെ നിന്ന് അങ്ങ് പോയി. അത് കഴിഞ്ഞ് നവ്യ നേരെ അനന്തപുരിയിലെ പൂജാമുറിയിൽ ചെന്ന് നിന്ന് ചങ്കു പൊട്ടി കരയുക കേട്ടോ. കരഞ്ഞപ്പോഴത്തേക്കും ശബ്ദം കൂടിപ്പോയി, വേഗം വായും പൊത്തിപ്പിടിച്ച് നിന്ന് കരയുക. എന്നിട്ട് ദൈവങ്ങൾക്ക് മുന്നിൽ കൈ കൂപ്പി നിന്ന് മാപ്പ് പറയുകയാണ്. പരീക്ഷണഘട്ടം കഴിഞ്ഞെന്നും അറിയേണ്ടതൊക്കെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞെന്നെല്ലാം പറഞ്ഞ് ഭഗവാനോട് പറയുക. അപ്പം നേരത്തെ തന്നെ എനിക്കെല്ലാം മനസ്സിലായതാണെന്നും ഇനി പക്ഷേ അവനെയും സ്നേഹിക്കുന്നവരെയും ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല എന്നും നവ്യ മനസ്സിൽ ഇങ്ങനെ ഉറച്ച തീരുമാനം എടുക്കുന്നു. ദൈവങ്ങൾ അതിനെങ്കിലും എൻ്റെ ഒപ്പം നിൽക്കണമെന്നും നവ്യ മനസ്സിലിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അങ്ങ് ഇറങ്ങി ചെന്നപ്പോൾ ചന്തുമോൾ അവിടെ ഇരിക്കുന്നത് കണ്ടു. ചന്തുവിനെ കണ്ടപ്പോഴത്തേക്കും നവ്യ ഇങ്ങനെ കുറേ നേരം നോക്കി നിന്നു. നവ്യെ കണ്ടപ്പോഴത്തേക്കും ആ കുഞ്ഞിന് പേടിയായി തുടങ്ങി. അപ്പോൾ അവൻ്റെ കുഞ്ഞാ, അവൻ്റെ സ്വന്തം ചോരയാണെന്നൊക്കെ നവ്യ ചിന്തിക്കുന്നു. എന്നിട്ട് ആ കുഞ്ഞിന് അച്ഛനും അമ്മയും ആയത് എൻ്റെ നയനയും ആദർശേട്ടനുമാണെന്നും സ്വന്തം കുഞ്ഞിനെ ഒന്ന് തിരിഞ്ഞു നോക്കാനുള്ള മനുഷ്യത്വം പോലും അവനില്ലാന്ന് മനസ്സിലിങ്ങനെ ചിന്തിക്കാട്ടോ നവ്യ. അപ്പോൾ പേടിക്കണ്ട, കളിച്ചോ എന്ന് നവ്യ ചന്തുവിനോട് പറയുക കേട്ടോ. എന്നിട്ട് നവ്യ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. നവ്യ അവിടെ നിന്ന് പോയപ്പോൾ കൊച്ചു പേടിച്ചേരണ്ട അന്നേരം ഇരിക്കുക. പോയ നവ്യ എന്നിട്ട് വീണ്ടും ചന്തുവിനെ തിരിഞ്ഞു നോക്കി. ചന്തു ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ നവ്യെ. അതിനാണെങ്കിൽ പേടി നവ്യെ നോക്കാൻ പോലും. അതിങ്ങനെ പെട്ടെന്ന് താഴേക്ക് നോക്കിയിരുന്നു. നവ്യ പോയി കഴിഞ്ഞപ്പോൾ ചന്തമോള് വീണ്ടും ഇങ്ങനെ നവ്യയെ നോക്കുക. അത് കഴിഞ്ഞ് നവ്യ മുറിയിലേക്ക് പോയി. അവിടെ പോയിരുന്നു ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുവാണ്, നടന്ന ഓരോ കാര്യങ്ങളും. അങ്ങനെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് റൂമിൽ അങ്ങനെ ഇരിക്കുന്നു. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. എന്നിട്ട് കണ്ണാടിയുടെ മുന്നിൽ പോയി ഇങ്ങനെ കുറച്ച് നേരം സ്വയം നോക്കി നിന്നു. എന്നിട്ട് കണ്ണുനീരൊക്കെ തുടച്ച് താൻ ഒക്കെയാണ് എന്ന് സ്വയം പറഞ്ഞ് പഠിപ്പിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും പ്രതിരൂപം കണ്ണാടിയിൽ വന്നു. ഇല്ല, നീ തോക്കാൻ പാടില്ല എന്നും പറഞ്ഞ്. ഇവിടെ നിന്നാണ് നീ തുടങ്ങേണ്ടതെന്നും പ്രതിരൂപം പറഞ്ഞു കൊടുക്കുക നവ്യയ്ക്ക്. നിന്നെ തകർത്തവൻ നിശബ്ദമായിട്ടാണ് നിന്നെ കടിച്ചു കീറിക്കൊണ്ടിരിക്കുന്നതെന്ന് നീ മനസ്സിലാക്കണമെന്നും പറഞ്ഞു. പിന്നെ അതിന് അതേ അളവിലും തൂക്കത്തിലും നീ മറുപടി കൊടുക്കുകയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞ്
നിന്നെ സ്നേഹിക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ട് അവരുടെ നല്ലതിന് വേണ്ടിയിട്ട് നീ തുടങ്ങണം നവ്യേ എന്നും പ്രതിരൂപം പറഞ്ഞു കൊടുക്കുവാട്ടോ. അഭി എന്ന ചെന്നായെ എല്ലാവരുടെയും മുന്നിൽ നീ തുറന്ന് കാണിക്കണമെന്ന കാര്യവും പറയണം. അതിനവൻ്റെ ആത്മവീര്യം തകർക്കുകയാണ് വേണ്ടതെന്നും പറഞ്ഞു. അങ്ങനെ നവ്യയെ കുറച്ചുകൂടി പവർഫുള്ളാക്കുകയാണ് നവ്യയുടെ പ്രതിരൂപം വന്നു. അങ്ങനെ നവ്യ രണ്ടും കൽപ്പിച്ച് തന്നെയാട്ടോ നിൽക്കുന്നത്. അപ്പോൾ നവ്യക്ക് പിന്നെ ഒരു സംശയം, ആരാണ് ഈ ഡേവിഡ്? അയാൾ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? അയാൾ എന്തിനാ അബിയെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നേ? ചോദ്യങ്ങൾ ഒരുപാടാണ്. അതിനെല്ലാമുള്ള ഉത്തരം അബിയും ഡേവിഡിനെയും സ്നേഹിച്ചുകൊണ്ട് തന്നെ കണ്ടെത്തണമെന്ന് നവ്യ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കാം. എന്നിട്ട് കൃത്യമായ ഇടവേളകളിൽ അവർക്ക് അതിനുള്ള തിരിച്ചടികളും കൊടുത്തുകൊണ്ടേയിരിക്കണമെന്നും നവ്യ മനസ്സിൽ ചിന്തിക്കുന്നു. അങ്ങനെ നവ്യയും പൊരുതാൻ തന്നെ ഉറച്ചു ഇറങ്ങിയിരിക്കാം. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് മാളവികയും നമ്മുടെ ആദർശം കൂടെ കണ്ട് സംസാരിക്കാം. അബിയുടെ ഒലിപ്പീരിനെ പറ്റി ഒന്ന് പറയാണ്. അപ്പോൾ അവനെ പരമാവധി പ്രോത്സാഹിപ്പിക്കാൻ പറയാം, അവനോട് സ്നേഹം കാണിക്കണമെന്നൊക്കെ മാളവികയ്ക്ക് പറഞ്ഞു കൊടുക്കുവാണ് ആദർശം. ഒരിക്കലും മാളവിക മാരീഡാണെന്ന് അവൻ അറിയാൻ പാടില്ല. അവനോട് സ്നേഹം കാണിച്ച് നിന്ന് കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിലുള്ളതൊക്കെ അവൻ പുറത്തു പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനിടയ്ക്ക് എനിക്കൊരു അജ്ഞാത സന്ദേശം ലഭിച്ചു എന്ന് മാളവിക പറയുക. നമ്മൾ സംശയിക്കുന്ന ആ ഹോട്ടലിൽ തന്നെ നമ്മൾ തേടുന്ന ആളുമുണ്ട് എന്ന്. അപ്പോൾ അത് ഞാനും സംശയിക്കുന്നുണ്ട്. പക്ഷേ ആ ഹോട്ടലിലേക്ക് കടന്നു ചെല്ലാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ലല്ലോ. അവിടെ AN ജ്വല്ലറിയിലെ സ്റ്റാഫാണ് കൂടുതലും താമസിക്കുന്നത്. ആ ഹോട്ടലിൽ പോലും AN ജ്വല്ലറിയുടെ പേരിലാണോ എന്ന് പോലും സംശയമുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും ആ ഹോട്ടലിൽ ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നമുക്ക് കിട്ടേണ്ട പലതും കിട്ടാൻ സാധ്യതയുണ്ടെന്ന കാര്യം പറയുമ്പോൾ ആ വഴിക്കുള്ള അന്വേഷണവും നടക്കുന്നുണ്ട് മാളവികയെന്ന് പറഞ്ഞു. നമ്മളിതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ആദർശം നേരം പറയുക. ഇതുവരെ അവരാണ് ജയിച്ചതെന്നും ഇനി നമ്മുടെ ജയങ്ങളായിരിക്കും കാണാൻ പോകുന്നതെന്നും ആദർശം. അതിനി മാസങ്ങളുടെ കാത്തിരിപ്പ് മാത്രം മതിയെന്നും പറഞ്ഞു. മൂർത്തി ജ്വല്ലറിയുടെ MD ആയതോടുകൂടി ജ്വല്ലറി തകർന്നെന്നാണ് പലരും പറയുന്നത്. പക്ഷേ അത് വെറും പറച്ചിൽ മാത്രമാണെന്ന് ആദർശ് പറഞ്ഞു. അവനാ ഇനി തലയുയർത്തിപ്പിടിച്ച് നിൽക്കാൻ പോകുന്നത്. അതിനിടയിൽ അബിയെ കൃത്യമായി കൈകാര്യം ചെയ്തോളണം കേട്ടോ. അവൻ ആ കമ്പനിയുടെ GM ആയത് നവ്യ കമ്പനിയുടെ മോഡലായതുകൊണ്ട് മാത്രമൊന്നുമല്ല. നവ്യ അവിടെ എത്തിയത് അഭിയുടെ ബുദ്ധിയാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ടെന്നും പറഞ്ഞു. ഒരുപക്ഷെ ഞങ്ങളുടെ കുടുംബത്തിൽ ഇരുന്നുകൊണ്ട് പല കാര്യങ്ങളും ചോർത്തി കൊടുത്തതിൻ്റെ നന്ദിയായിരിക്കും അവൻ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അവനെപ്പോലെ ഒരു ക്രിമിനലിനെ സ്റ്റാഫായിട്ട് ഒരു കാരണവശാലും വെക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവനെ ഞാൻ മാക്സിമം പ്രോത്സാഹിപ്പിച്ചോളാം സർ. ഇപ്പോൾ നയന കളക്ഷൻസിൻ്റെ ഡിമാൻഡ് മാളവിക കളക്ഷൻസിന് വന്നതുകൊണ്ടാണ് അവൻ്റെ ശ്രദ്ധ എന്നിലേക്ക് പതിഞ്ഞതെന്നുള്ള കാര്യം മാളവിക പറയാം. പക്ഷെ അവനറിയത്തില്ല ആ ഡിസൈൻ്റെ ഒക്കെ പിന്നിൽ അവൻ്റെ ഏട്ടത്തിയാണെന്നുള്ളത്. അതൊക്കെ അറിയിച്ചു കൊടുക്കുന്ന ഒരു ദിവസം വരുമല്ലോ. അതോടെ പെട്ടെന്നുള്ള AN ജ്വല്ലറിയുടെ കുതിപ്പുണ്ടല്ലോ അതങ്ങ് അസ്തമിക്കുകയും ചെയ്യുമെന്ന കാര്യവും പറഞ്ഞു നമ്മുടെ ആദർശം. ഒരുപാട് വളർന്നു, അത്രയും മതി. പെട്ടെന്നുള്ള വളർച്ച നിലനിൽപ്പിൻ്റെ സൂചനയൊന്നും അല്ല, അത് തകർച്ചയ്ക്ക് ആക്കം കൂട്ടത്തേ ഉള്ളെന്നും ആദർശ് മാളവികയ്ക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സംസാരിച്ച് അവരങ്ങനെ അങ്ങ് പിരിഞ്ഞു. മാളവിക അവിടെ നിന്ന് ജ്യൂസും കുടിച്ചുകൊണ്ടിരിക്കുക, കരിക്ക്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നയനെ അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കാം. മുത്തശ്ശി വന്ന സമയത്ത് ഫോട്ടോ എടുപ്പിച്ചതും മുത്തശ്ശിയുടെ വെപ്രാളവും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ എന്നിട്ട് നയനെ ഫോൺ എടുത്ത് മുത്തശ്ശനെ വിളിക്കുക. അപ്പം നയനമോളാണല്ലോ വിളിക്കുന്നത്. മുത്തശ്ശൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. ഫോൺ എടുത്ത് ഇങ്ങനെ പിടിക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നു. മുത്തശ്ശി വന്നപ്പോൾ നയനമോളാണ് വിളിക്കുന്നത്. വീഡിയോ കോളാണെന്ന് പറഞ്ഞു. അപ്പോൾ വീഡിയോ കോളോ എന്നാൽ പിന്നെ എഴുത്തിരി സംസാരിച്ചുകൂടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ സംസാരിക്കാനായിരുന്നെങ്കിൽ എപ്പോഴേ സംസാരിക്കാമായിരുന്നു. ഇതാ എടുത്തോ, താൻ എന്താണെന്ന് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ മുത്തശ്ശി അത് എടുത്തു. ഹലോ മോളെ. ഹായ് മുത്തശ്ശി. അപ്പം വെറുതെ വിളിച്ചതാണോ മോളെ ചോദിക്കുമ്പം ഞാൻ ചുമ്മാ ഒന്ന് വിളിച്ചെന്നേ ഉള്ളൂ. അതെ, ഇവിടെ വെറുതെ ഇരുന്നപ്പോൾ മുത്തശ്ശനെയും മുത്തശ്ശിയെയും പറ്റി ഓർത്തേ, പിന്നെ വിളിക്കാമെന്ന് കരുതിയെന്നാ. അതെ, മുത്തശ്ശനടുത്തുണ്ടോ മുത്തശ്ശി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ അടുത്ത് തന്നെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പം മുത്തശ്ശനിങ്ങനെ നോക്കാം. ഒന്ന് സംസാരിക്കാൻ പറ്റുമോ എനിക്കെന്ന് ചോദിക്കുമ്പം മോൾക്കൊന്ന് സംസാരിക്കണമെന്ന്. അപ്പം എനിക്ക് ആരോടും സംസാരിക്കണ്ട എന്ന് മുത്തച്ഛൻ പറയുക. അപ്പോഴത്തേക്കും നമ്മുടെ നയനയുടെ മുത്തശ്ശിയുടെ മുഖം പാടി. എന്ത് ചെയ്യാനാ മോളെ, ഇപ്പം പഴയ ആളൊന്നും അല്ല എന്നും മുമ്പൊക്കെ ഒരു ദിവസം മോളെ കണ്ടില്ലെങ്കിൽ ഉറക്കം വരാത്ത ആളായിരുന്നു. ഇപ്പം ആ ആള് ആകെ മാറിപ്പോയെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയാം. എന്നാൽ ഞാൻ പിന്നെ വിളിക്കാം മുത്തശ്ശി എന്ന് പറഞ്ഞു നയന. മോൾക്കിനി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നയന ഇങ്ങനെ കൊച്ചു പിള്ളേർ ഇങ്ങനെ കൊതി കുത്തിയിരിക്കുന്ന പോലെ ഇരിക്കുക. അത് കഴിഞ്ഞ് പിന്നെ മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് മോളോടൊന്ന് സംസാരിച്ചുവിടായിരുന്നു ചോദിച്ചു. അപ്പോൾ അതിനുള്ള സമയമായിട്ടില്ല വസുന്ധരയെന്ന് മുത്തശ്ശിയോട് മുത്തശ്ശൻ പറഞ്ഞു. ഇപ്പം തന്നെ താൻ കണ്ടതല്ലേ മൂർത്തി ജ്വല്ലറി ഏറെ താഴേക്ക് പോയെന്നും
അത് ഞാൻ പ്രതീക്ഷിച്ചതായതുകൊണ്ട് എനിക്ക് വലിയ ഷോക്കൊന്നും പിന്നെ അതിൽ തോന്നിയില്ല. എങ്കിലും അതിൽ നിന്നൊരു ഉയർച്ച അത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എപ്പോഴും നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ കൊണ്ടുപോകുമ്പോൾ ചെറിയൊരു വീഴ്ച പോലും നമുക്ക് താങ്ങാൻ പറ്റത്തില്ല. പക്ഷെ നമ്മളിപ്പോൾ കുറേ നാളായിട്ട് വീഴ്ചയുടെ വക്കിലല്ലേ, അതുകൊണ്ട് ഇനിയിപ്പോൾ അതിൽ നിന്നൊരു വിഷമമൊന്നും ഉണ്ടാകാനില്ല എന്ന് പറഞ്ഞു. എന്നാൽ AN ജ്വല്ലറിയുടെ കാര്യത്തിലേ അതങ്ങനെയല്ല. അവർക്ക് ഇനിയുണ്ടാകാൻ പോകുന്ന വീഴ്ചയുണ്ടല്ലോ, അത് അവർക്ക് പെട്ടെന്നൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരിക്കില്ല. അങ്ങനെയുള്ളപ്പോൾ അത് ആ ഒരു സമയത്ത് തന്നെയാണ് അടിവേരിളക്കേണ്ടതെന്ന് മുത്തശ്ശൻ പറഞ്ഞു. അതിന് ആദർശിന് കഴിയുമോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പം അവനെ അതിന് കഴിയുമെന്ന് മുത്തശ്ശൻ പറഞ്ഞു. അതിനുള്ള തീവ്ര ശ്രമത്തിലാണ് അവൻ ഇപ്പോൾ ഉള്ളതെന്ന കാര്യവും പറഞ്ഞു. ആ ശ്രമത്തിനൊടുവിൽ അവൻ വിജയിച്ച് തന്നെ വരും വസുന്ധരെ. അതിനു വേണ്ടിയിട്ട് തൽക്കാലം എല്ലാവരും കുറച്ച് വിഷമിക്കുന്നതൊക്കെ നല്ലതാണെന്നും മുത്തശ്ശൻ പറയാം. അങ്ങനെ മുത്തശ്ശിയും മുത്തശ്ശനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ കാണിക്കുന്ന അനിയും നന്ദും കൂടെ സംസാരിക്കുക. അപ്പോൾ ഈ ബിസിനസ് ഫീൽഡിൽ പിടിച്ചു നിൽക്കാനുള്ള പാടിനെ പറ്റി അനി ഇങ്ങനെ നന്ദുവിനോട് പറയുക. ദേ, ആ കള്ളക്കടത്ത് സ്വർണത്തിൻ്റെ സോഴ്സ് കണ്ടെത്തി അതൊരു വലിയ വാർത്തയാക്കിയെങ്കിലേ AN ജ്വല്ലറിക്ക് ഒരിടിവ് സംഭവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അനി. എനിക്ക് അതിൻ്റെ പിന്നാലെ മാത്രം നടക്കാൻ പറ്റുമോടാ? പിന്നെ ഞങ്ങൾ പോലീസുകാരെക്കാളും അത്തരം കാര്യങ്ങൾ കണ്ടെത്താൻ ജിജ്ഞാസയോടെ നടക്കുക ആദർശേട്ടൻ. അത് ചിലപ്പോൾ ഫലം കാണാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്ന് നന്ദു ഇങ്ങനെ പറഞ്ഞു. അത് കേട്ടപ്പം മുത്തശ്ശനൊന്നും പറഞ്ഞില്ല. എനിക്ക് 1 വർഷത്തെ സമയം തന്നിട്ടുണ്ട്, പക്ഷേ ഈ ആത്മവിശ്വാസം ഇല്ലാത്തവൻ ഈ ബിസിനസ്സിൽ വിജയിക്കില്ലടി എന്ന് അനി പറയുമ്പം അതിന് നിനക്കെന്താ ആത്മവിശ്വാസക്കുറവ്? ആദർശേട്ടൻ ഇരുന്ന കസേരയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ആ കസേരയുടെ ഭാരം അത് ചെറുതൊന്നും അല്ല എന്ന് അനി നന്ദുവിനോട് പറഞ്ഞു. ആദർശേട്ടൻ മുത്തശ്ശന് മാത്രം ചെയ്യാൻ പറ്റുന്ന പണി എന്നെ കൊണ്ടെടുത്താലേ പൊങ്ങില്ല എന്ന് പറഞ്ഞു. നീ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ അനി, നീയാണ് MD കസേരയിൽ ഇരിക്കുന്നതെങ്കിലും നിനക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ആദർശേട്ടൻ ചെയ്തു തരുന്നില്ലേടാന്ന് ചോദിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി ഭരിക്കുന്നത് ആരാ? ആദർശേട്ടൻ തന്നെയല്ലേ എന്ന് ചോദിച്ചു. ആദർശേട്ടനെ എല്ലാം ഏൽപ്പിച്ചിട്ട് എനിക്കൊന്ന് ഫ്രീ ആവണം നന്ദു. അതെനിക്കെന്തായാലും മനസ്സിലായി. നീ ഫ്രീ ആയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പിറകെ ചുമ്മാ വെറുതെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കും. ഞാനുമായിട്ട് എപ്പോഴും കാണണമെന്നും നിനക്ക് തോന്നും. അതെ, ഇന്ന് ഉച്ചയ്ക്ക് ഫ്രീ ആണോ നീ? അല്ല, എന്തു പറ്റിയെന്ന് ചോദിച്ചു. അല്ല, നവീനേട്ടനൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അനിയുടെ ഗ്യാസ് പോയി. അവനെന്തിനാ ഇങ്ങനെ കൂടെ പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്യുന്നത്? അതിൻ്റെ ആവശ്യം എന്താ? അപ്പോൾ ഓരോരോ കേസ് ജയിക്കുന്നതിൻ്റെ കാര്യം ഒക്കെ ആടാ. അപ്പോൾ ചില കേസുകളിൽ ഞാനും ഭാഗമാവാറുണ്ടല്ലോ. അതിനൊക്കെ ഈ രീതിയിലല്ലേ നന്ദി കാണിക്കാൻ പറ്റുള്ളൂ. ഞാൻ തിരിച്ചും അങ്ങോട്ട് പാർട്ടിയൊക്കെ കൊടുക്കാറുണ്ടല്ലോ എന്ന് നന്ദു. അവൻ്റെ അമ്മയ്ക്ക് പോലീസുകാരെന്ന് പറഞ്ഞാലേ ചതുർത്തിയാ. അപ്പോൾ അതെനിക്ക് അറിയാലോടാ. ഞാനിപ്പോൾ നവീനേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ, അല്ലാതെ നവീനേട്ടൻ്റെ കാമുകിയൊന്നും അല്ല എന്ന് നന്ദു അനിയോട് പറയുമ്പോൾ അനി ഇങ്ങനെ നോക്കി നിൽക്കുന്നു. നാളെ നവീനേട്ടൻ്റെ കയ്യും പിടിച്ച് ആ വീട്ടിലേക്ക് പോകാനും പോകുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കാം. അപ്പോഴത്തെ അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ പിന്നെ ഞാൻ നവീനേട്ടനോട് പറയട്ടെ നിന്നെ വിളിക്കാൻ? അതൊന്നും വേണ്ട, അങ്ങനെയൊന്നും വേണ്ട. വിളിച്ചാലും എനിക്ക് വരാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. നീ രണ്ടും കൂടി ഇങ്ങനെ പറയരുത് കേട്ടോ. നിന്റെ തിരക്കൊണ്ട് തന്നെയാണ് നവീനേട്ടൻ നിന്നെ വിളിക്കാത്തത്. അത് നീ എന്താ മനസ്സിലാക്കാത്തത്? നീ എന്തായാലും ഇപ്പോൾ വർക്കിലൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യട്ടോ എന്ന് നന്ദു ഇങ്ങനെ പറഞ്ഞു. എന്തായാലും അവർ തമ്മിൽ സംസാരിച്ചു. നന്ദു അവിടെ നിന്ന് പോയി. അപ്പോൾ ഇന്നിപ്പോൾ ഇവനും അവളും കൂടെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഉള്ളിലുള്ളത് അധികം താമസിക്കാതെ അവൻ അവളെ അറിയിക്കും. അതാ എൻ്റെ പേടി എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന അനിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാണില്ലേ? എല്ലാവർക്കും ടാറ്റാ.